ഇവിടുത്തെ കൊഞ്ചു ചായ കുടിക്കണം അല്ലേ? കൊഞ്ചു 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 നല്ല ഉറക്കാണല്ലേ? എണീക്ക് എണീക്ക്. കേരള, തമിഴ്നാട്, കർണാടക, തെലങ്കാന സ്റ്റേറ്റ്, അതുപോലെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലൂടെയുള്ള ഒരാഴ്ചത്തെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിലാണ് നമ്മളിപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, ടെക്കി ഫോക്കസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റോഡ് മാർഗം നമ്മുടെ കാറിലാണ് പോകുന്നത്. ഹോണ്ട അമേസിലാണ് പോകുന്നത്. അതെ, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ബാംഗ്ലൂരാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. അവിടെ തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്ത് നേരെ നാഗർകോവിൽ, തിരുനെൽവേലി വഴി നേരെ മധുര, സേലം വഴി ബാംഗ്ലൂരാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഡെസ്റ്റിനേഷനാണ് വരുന്നത്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് നേരെ നാഗർകോവിൽ വഴി, ഈ നാഗർകോവിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 10-25 കിലോമീറ്റർ ഭയങ്കര മോശം റോഡാണ്. മാർത്താണ്ഡം നാഗർകോവിലൊക്കെ നല്ല മോശം റോഡാണ്. പക്ഷേ അവിടുന്ന് മറ്റേ NH44 മറ്റേ വലിയൊരു 4 വരി പാതയിലൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡാണ്. റോഡെന്ന് പറഞ്ഞാൽ സൂപ്പർ റോഡാണ്. നല്ല നീളത്തിൽ ഇങ്ങനെ 2 സൈഡിൽ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഈ ഒരു നാഗർകോവിൽ തിരുനെൽവേലി റൂട്ട് തന്നെ നല്ല സീനിക് റൂട്ടാണ്. കാരണം നല്ല റോഡുകൾ ഈ റോഡ് അങ്ങ് ബാംഗ്ലൂർ വരെ നല്ല റോഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നല്ല പച്ചപ്പും നല്ല മലനിരകളും, അതുപോലെ തന്നെ കുറേ കാറ്റാടിപ്പാടം. ഈ തിരുനെൽവേലി റൂട്ടിലൊക്കെയാണ് നല്ല കാറ്റാടിപ്പാടങ്ങൾ. ഇതുപോലെ ഇങ്ങനെ ഈ കാറ്റാടിപ്പാടത്തിൻ്റെ ഇടയിൽ കൂടി പോകുന്നത് കണ്ട് നല്ല രസമാണ്. നല്ല കിടിലൻ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 90 മുതൽ 120 ആ റേഞ്ചിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് പോകാൻ വേണ്ടി പറ്റും. ഓരോ 50 കിലോമീറ്റർ എത്തുമ്പോഴും ടോളാണ്. ടോളിനാണ് ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടത്. നമ്മളിപ്പം ബാംഗ്ലൂർ എത്തുന്നവരെ ഏകദേശം എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും എന്തായാലും 5-10 ടോളൊക്കെ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഏകദേശം 1-2 ടോൾ ഇപ്പോൾ കഴിഞ്ഞു. തിരുനെൽവേലി, മധുരയ്ക്ക് എത്താകുമ്പോഴേക്കും തന്നെ 2-3 ടോൾ കഴിഞ്ഞു. ഈ ടോളിന് ഏകദേശം ഒരു ടോളിന് മിനിമം ഒരു 80, 100, 120 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ 80ൻ്റെ ടോളൊന്ന് കഴിഞ്ഞു, പിന്നെ 100ൻ്റെ ടോൾ കഴിഞ്ഞു, 120, 125 ആ റേഞ്ചിലൊക്കെയാണ് ഈ ഭാഗത്ത് ടോൾ വരുന്നത്. മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, ആ റേഞ്ചിലാണ് വരുന്നത്. വാ, അടിപൊളി. ഇതെന്താ സംഭവം? നമ്മളിപ്പോൾ ഡിണ്ടിഗൽ കഴിഞ്ഞു. നമ്മൾ ഉച്ചയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിണ്ടിഗൽ എത്തുമ്പോഴല്ല, കുറച്ച് മുമ്പേ നമുക്ക് ഓർമ്മ വന്നു മറ്റേ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. ഇവിടെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രശസ്തമായൊരു ബിരിയാണിയാണല്ലോ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. സോ നമ്മൾ അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. അതായത് ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിൻ്റെ മെയിൻ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു ഡിണ്ടിഗലിലുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുമ്പ് പലതും കേട്ടിട്ടുണ്ട്, ഡിണ്ടിഗലിലത്തെ ബിരിയാണി അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മീര ഇവിടുത്തെ ബിരിയാണി? നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കഴിച്ച നോർമൽ തലപ്പാക്കട്ടി ബിരിയാണി, അതുപോലെ തന്നെ ഡിണ്ടിഗലിൽ നിന്ന് വന്ന് കഴിച്ച എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ഇത് ഡിണ്ടിഗൽ ബിരിയാണി അടിപൊളിയായിരുന്നു. മറ്റേ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കഴിക്കുന്ന പോലെയല്ല. നല്ല ടേസ്റ്റിൽ തന്നെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. ഞാൻ പക്ഷേ എക്സ്പെക്ട് ചെയ്ത അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ഡിണ്ടിഗൽ പോയിട്ടാണ് കഴിക്കണമെന്ന്. പക്ഷെ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് പോയത്. പക്ഷേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം കൊള്ളായിരുന്നു സംഭവം. റേറ്റൊക്കെ ആണെങ്കിൽ 250 ഒരു നോർമൽ ചിക്കൻ ബിരിയാണിക്ക് 250 രൂപയാണ്. അത് ക്വാണ്ടിറ്റി പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് കഴിക്കാനുള്ള നോർമൽ ക്വാണ്ടിറ്റി തന്നെയാണ്. അധികമൊന്നുമില്ല, പക്ഷേ കുറവെന്ന് പറയാനും പറ്റില്ല. മീര, എനിക്കറിയാം നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നതും എന്താ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് അറിയാം എനിക്ക്? റോഡിൻ്റെ വ്യത്യാസം. പ്രധാനമായിട്ട് റോഡ് തന്നെയാണ്. ഇപ്പോൾ ഈ റോഡ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം കേരളത്തിൽ റോഡ് വരാൻ തുടങ്ങി. ഇവിടുത്തെ റോഡിൽ ഒരു 10 വർഷം മുമ്പ് തന്നെ ഈ ഒരു എക്സ്പ്രസ് വേ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ഇതുവഴി തന്നെ ആയിരുന്നില്ലേ പോയത്? അതായത് നാഗർകോവിൽ നേരെ കന്യാകുമാരി, കോയമ്പത്തൂർ ഹൈവേയിൽ വഴിയാണ് നമ്മൾ വന്നത്. ഓർമ്മയുണ്ടോ എനിക്ക്? അപ്പോൾ സെയിം റോഡ് തന്നെയാണിത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലാണെങ്കിൽ എല്ലാം ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളാണ്. ഇവിടെ വിശാലമായ ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ വിശാലമായ സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് കണ്ണത്ത ദൂരത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സേലം കഴിഞ്ഞപ്പോൾ ഇതുവരെ സേലത്ത് അങ്ങോട്ട് കുറച്ച് തിരക്കുണ്ടല്ലേ? കുറച്ച് റോഡിലൊക്കെ കുറച്ച് ബ്ലോക്കുകളുണ്ട്. വലിയ ബ്ലോക്കല്ല, മീൻസ് ട്രാഫിക് കുറച്ച് കൂടുതലുണ്ട്. പക്ഷെ ഇതുവരെ ഈ സേലം വരെ നമുക്ക് വലിയ ട്രാഫിക്കൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ നൈസായിട്ട് അങ്ങ് വണ്ടി വിട്ട് വരുമായിരുന്നു. ഏകദേശം 100, 110, 120 ആ റേഞ്ചിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഇടയിൽ ക്യാമറ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നത്. അവിടെ 80, 90 എന്നൊക്കെ അവിടെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഭാഗത്ത് വരുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നോൺ വെജ് ഭക്ഷണം കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും.
ഇല്ല എന്നല്ല, പക്ഷേ നാഷണൽ ഹൈവേയിലെ കൂടി വരുന്ന സമയത്ത് കൂടുതൽ വരുന്നത് വെജ് റെസ്റ്റോറൻ്റ് ആണ്. അതായത് സരവണ ഭവൻ, A2B ആനന്ദഭവൻ, ആര്യഭവൻ, അതുപോലുള്ള വെജ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ ഒരു റോട്ടിൽ കൂടുതൽ, തമിഴ്നാട്ടിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. എല്ലാം നല്ല ഹൈ ക്ലാസ്, നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടൽസ് ആണ് എല്ലാം, സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റ്സ് ആണ് എല്ലാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കുറച്ച് റേറ്റും കുറച്ച് കൂടുതലാണ്. ഒരു ചായയൊക്കെ ആണെങ്കിൽ 25 രൂപ, ഒരു ചെറിയ ഗ്ലാസ്സിലുള്ള ചായയാണ്, അതൊക്കെയാണ് 25 രൂപ, 30 രൂപ അല്ലേ, 30 രൂപ അല്ലേ, അത്രയൊക്കെയല്ലേ വരുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്യാവശ്യം. A2B ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഇതിൽ ടേസ്റ്റ് ഒരു വ്യത്യാസം, ഒരു കോംപ്രമൈസ് ഇല്ല. നല്ല കണ്ണുടച്ച് നമുക്ക് പോകാൻ പറ്റുന്നതാണ് A2B പോലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായി അല്ലേ. അപ്പോൾ ടോട്ടൽ ഏകദേശം ഡീസൽ ചാർജൊക്കെ ഏകദേശം 3500 രൂപ, 4000 ആ റേഞ്ചിലാണ് ഡീസൽ ചാർജ് വരുന്നത്. ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ, അത് 3500 ടു 4500, 5000 ആ റേഞ്ചിൽ വരും. ഡിപ്പെൻസ് ഓൺ മൈലേജ് ആണ് വരുന്നത്, ആ റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ ടോളും ആണെങ്കിൽ ഏകദേശം 1000 രൂപയുടെ അടുത്ത് ടോൾ വരും. 15 മണിക്കൂർ കഴിഞ്ഞു എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയുമായി ഇപ്പോൾ ഈ ബാംഗ്ലൂർ എത്തിയും, ബാംഗ്ലൂർ ടു ഹൈദരാബാദും അതുപോലുള്ള അടുത്ത എല്ലാ വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു ടെക്കി ഫോക്കസ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.